ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം. ത്യാഗത്തിൻ്റെയും ത്യജനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസയാത്രയിലാണ് നാം ഓരോരുത്തരും. നോമ്പെന്നാൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള ചിറകാണ്. നോമ്പ് കേവലം ചില ചടങ്ങുകളുടെ ആചരണമല്ല. അത് നിരന്തരമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദൈവവചന ധ്യാനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അനുഭവമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ ഈ 4-ാം ദിനത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ സ്വത്വം, ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്നതാണ്. അതിനാസ്പദമായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ദൈവവചനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സ്വത്വം എന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായുള്ള അവിടുത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. പാപമില്ലാത്ത മനുഷ്യനായി ജീവിക്കുമ്പോഴും പിതാവായ ദൈവവുമായി ഒന്നായിരിക്കുന്ന സൃഷ്ടിയോടും മാനവികതയോടും ഐക്യപ്പെട്ട സാർവത്രിക ബോധത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. വേദഭാഗത്തിലൂടെ നാം ധ്യാനിക്കുമ്പോൾ പ്രസക്തമായ 2 ചോദ്യങ്ങളാണ് യേശു ഇവിടെ ചോദിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷമുള്ള അഭിപ്രായം തിരക്കിയതായിരുന്നു ഓരോരുത്തരോടും. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. ചോദ്യമൊന്നും ഉത്തരങ്ങൾ പലതുമാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാ ആഴ്ചകളിലും ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നു. എങ്കിലും നമ്മോടാണ് ദൈവം ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിലോ നമുക്കും ഉത്തരങ്ങളിൽ വലിയ വ്യത്യാസം കാണുകയില്ല. ഇവിടെ 2ാമത്തെ ചോദ്യം യേശു ശിഷ്യന്മാരോടാണ് ചോദിച്ചത്. തികച്ചും വ്യക്തിഗതമായ ഒരു ചോദ്യമാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. നിങ്ങളോ എന്നെ ആരെന്നു പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. 14-ാം അധ്യായത്തിൽ പത്രോസിനെ എടുത്തുചാട്ടക്കാരനെന്നും സംശയാലു എന്നുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പത്രോസിനേക്കാളും മിടുക്കന്മാരായി പലരും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം ഉപയോഗിച്ചത് അവനെയായിരുന്നു. സ്വന്തം കഴിവുകൊണ്ടല്ല പത്രോസ് മറുപടി പറഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവാണ് പത്രോസിന് ഇത് വെളിപ്പെടുത്തിയത്. തുടർന്ന് യേശു പത്രോസിനെ സഭയുടെ തലവനായി മാറ്റുന്നത് നമുക്ക് വേദഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കും. സ്വർഗത്തിന്റെ താക്കോൽ അവനെ ഏൽപ്പിക്കുന്നു. ഭൂമിയിലും സ്വർഗത്തിലും കെട്ടുവാനും അഴിക്കുവാനുമുള്ള അവകാശം ദൈവം അവന് നൽകുന്നു. ദൈവത്തോട് നമ്മെ അടുപ്പിക്കാൻ കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്ന ഈ നോമ്പിന്റെ അവസരത്തിൽ നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, ക്രിസ്തു നമുക്ക് ആരാണ്? യേശു ആരാണെന്ന് അറിയുന്നവന് മാത്രമേ യേശുവിൽ തൻ്റെ ജീവനെ സമർപ്പിക്കാനായി സാധിക്കുകയുള്ളൂ. ഈ ചിന്തകൾ നാം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും സാക്ഷിയായി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ നോമ്പുകാലം പുനർജനത്തിൻ്റെയും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ കാലമാണ്. അർത്ഥവത്തായ നോമ്പാചരണം ജീവിതം തന്നെ സമ്പുഷ്ടമാക്കും. ദൈവകൃപ ധാരാളമായി അനുഭവിക്കുന്ന അവസരമായി ഈ നാളുകൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.